ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നോക്കേണ്ടത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിന്റെ റിവിഷൻ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. നമുക്ക് ജസ്റ്റ് എല്ലാ ഒരു ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയ സമയത്ത് നമ്മൾ കണ്ടതായിരുന്നു. ഇത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അൺസർട്ടനിറ്റി കണ്ടീഷൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ വേവ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 15 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് 2 മാർക്ക് എല്ലാ റേഞ്ചിലും ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. പ്രോബ്ലം സെക്ഷൻസിലും വരുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം സെക്ഷനിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു വേവ് ഫംഗ്ഷന്റെ നോർമലൈസേഷൻ എ റൈസ് ടു എക്സ് എ എക്സ് എന്ന് പറഞ്ഞ രീതിയിലൊക്കെ എക്സ് ആ രീതിയിൽ ആ ഒരു ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യാനായിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കണ്ടിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് ഈ ടോപ്പിക് എന്നും നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നോക്കി നമ്മുടെ ഈ ഒരു വേവ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ ഇലക്ട്രോൺസിന്റെ ഓർബിറ്റൽസ്. ഓക്കെ, അതായത് നമുക്ക് വേവ്സ് പോലെ ആക്ട് ചെയ്തുകൊണ്ട് നമ്മളോട് പറഞ്ഞു ആ ഒരു ഓർബിറ്റൽസ് എന്താണ് ശരിക്കും ഒരു വേവ്സ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വൈബ്രേറ്റിംഗ് റീജിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു എന്താ നമ്മുടെ ഇക്വേഷൻസ്. ഓക്കെ, ബോറിന്റെ റേഡിയസിന്റെ ഇക്വേഷൻസ് നമ്മൾ വേവ് ഫോമിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ ഒരു എന്താ സൈഡ് മൊത്തത്തിൽ നമ്മളൊരു കറക്റ്റ് സർക്കുലർ ഓർബിറ്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു വേവ് ലെങ്ത് ഉള്ള ഒരു വേവ് ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സ്റ്റാൻഡിങ് വേവ്സ് ആണ് എന്ന രീതിയിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഇതിനെ കുറിച്ചുകൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ്ലി നമ്മൾ നോക്കിയതാണ് ഇത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഒരേ സമയം തന്നെ നമുക്ക് പൊസിഷനും മൊമെന്റും ഒരു സമയം സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റിന്റെ പൊസിഷനും മൊമെന്റും നമുക്ക് സൈമിൾട്ടേനിയസ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നൊരു കേസ് നമ്മളവിടെ ഈ ഒരു ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മളോട് പറഞ്ഞു. അതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക് നിങ്ങൾ നോക്കി വെച്ചേക്കുക. കാരണം ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്നും ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുന്ന വേറൊരു കേസാണ് നമ്മുടെ ഈ ഒരു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ കുറിച്ച് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ കമ്മ്യൂട്ടേറ്റർ എന്താണെന്നും കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ അത് ജസ്റ്റ് ഒക്കെ നോക്കി വെച്ചേക്കുക. എന്താണ് കമ്മ്യൂട്ടേറ്റർ? കമ്മ്യൂട്ടേറ്റർ മീൻസ് നമുക്ക് പറയാം ഒരു സിസ്റ്റത്തിനെ എന്ത് പറയാൻ പറ്റും, ഒരു ഇക്കോണമിക്കൽ സിസ്റ്റം ഉണ്ട്. നമുക്ക് രണ്ട് സെയിം ടൈമിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് കമ്മ്യൂട്ടേറ്റർ ആണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, കമ്മ്യൂട്ടേറ്റർ സീറോ ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദേ ക്യാൻ ബി മെഷർഡ് അറ്റ് സെയിം ടൈം, അതർവൈസ് ദർ എക്സിസ്റ്റ് അൺസർട്ടനിറ്റി. ഓക്കെ, അപ്പോൾ ഒബ്സർവേബിൾസ് സീറോ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിൽ എന്തായിരിക്കും, എന്തെങ്കിലും വാല്യൂഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ അത് നമുക്ക് അവിടെ എന്തോ അൺസർട്ടനിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ആ റിലേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് കമ്മ്യൂട്ടേറ്റർ എന്ന രീതിയിൽ നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, then canonical transformation means നമുക്ക് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റിനെ മറ്റൊരു കോർഡിനേറ്റോട് ട്രാൻസ്ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അത് എന്താണ് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ അത്രയും കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചോദിക്കാറില്ല, എന്നാൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. 1 മാർക്കിനൊക്കെ ചോദിക്കാം, കൂടുതൽ മാർക്കിൻസ് അവിടെ ഉണ്ടാവത്തില്ല. ഓക്കെ, അതൊന്ന് നോക്കാം. പിന്നെ നമുക്ക് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് നമുക്ക് കറക്റ്റായിട്ട് നോക്കി വെച്ചിരിക്കുക. കാരണം ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് ഓരോ വർഷം അവിടെ ചോദിക്കാറുണ്ട്. ഒന്നുകിൽ 4 മാർക്ക് ക്വസ്റ്റ്യനിലോ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലോ ഒക്കെ അത് ഇൻക്ലൂഡ് ആയിരിക്കും, അല്ലെങ്കിൽ എസ്സേയുടെ ഒരു പാർട്ടായിട്ട് അവിടെ ഇൻക്ലൂഡ് ആയിരിക്കും. ഓക്കെ, ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് ആ ഒരു ഹൈഡ്രജന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയെ കുറിച്ച് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഹൈഡ്രജന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി കണ്ടുപിടിക്കുന്നത് നമുക്ക് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി റിലേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആ ഒരു എനർജിയുടെ ഇക്വേഷൻ നമുക്ക് അവിടെ പൊസിഷനിലും മൊമെന്റത്തിലും എന്ത് ചെയ്യും, അൺസർട്ടനിറ്റി കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തോടെ എനർജി ഇക്വേഷൻ നമ്മളവിടെ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, എനർജി ഇക്വേഷൻ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു മൈനസ് me റൈസ് ടു 4/8 എപ്സിലോൺ 0 സ്ക്വയർ h സ്ക്വയർ എന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ഇനി ഇതേ സമയം തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് ഈ വിഡ്ത്ത് ഓഫ് ദ സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ആ ഒരു ലൈഫ് ടൈം ഹാഫ് ലൈഫ് അല്ല ലൈഫ് ടൈം എന്ന ആ ഒരു കേസ് നമുക്ക് ട്രാൻസ്ഫർ ആക്കുന്ന സമയത്ത്, അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, ഈ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിൽ ശരിക്കും ഈ ഒരു സ്പെക്ട്രൽ ലൈൻസിന്റെ വിട്ടിന് അവിടെ അത് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് നോക്കി വെച്ചേക്കുക. ഇത് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുക. ഇപ്പോൾ ഏതെങ്കിലും രണ്ട് ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞ് നമുക്ക് ഏതെങ്കിലും എഴുതാം. നമുക്ക് ടോട്ടലി നമ്മൾ ഇതിനകത്ത് 3 ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആ ഒരു എനർജി ഇക്വേഷൻ, രണ്ടാമത്തെ ഈ സ്പെക്ട്രൽ ലൈൻസിന്റെ വിട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, മൂന്നാമത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി
റെഫറൻസ് വെച്ച് നമുക്കത് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്ങനെയാണെന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കാം. ഇത് ആപ്ലിക്കേഷനായിട്ട് ചോദിക്കാം, അപ്ലൈ ചെയ്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു കേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വിഡ്ത്ത് ഓഫ് ദ സ്പെക്കുലൻസ് ഉണ്ട്, നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ന്യൂക്ലിയസ്. അപ്പോൾ 1 മാർക്കിനൊക്കെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി ചോദിച്ചിട്ട് ആപ്ലിക്കേഷൻ ചോദിച്ചാൽ ജസ്റ്റ് ഹെഡിങ്സ് മാത്രം കൊടുത്താൽ മതി. 2 മാർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക, അത് ഏതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, എനി വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് എഴുതുക. കുറച്ച് ഈസി ആയിട്ട് വരുന്നത് നമുക്ക് ഇതൊക്കെ മൂന്നും സെയിം തന്നെയാണ്, ഒരേപോലെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ആ ഒരു അൺസർട്ടനിറ്റി റിലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന 3 ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വേവ് ഫംഗ്ഷന്റെ ഇക്വേഷൻസിലോട്ടാണ്, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ബേസിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻഡിക്കേഷൻസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് പറയുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വന്നു എന്ന് പറയുന്നു. എന്നാൽ എങ്ങനെയാണ് നമുക്കൊരു ക്വാണ്ടം മെക്കാനിക്സിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ ആ ഒരു സിസ്റ്റത്തെ കുറിച്ച് അനലൈസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ നോക്കുന്നത് ഇനിയാണ്. അതാണ് നമ്മൾ ആദ്യത്തെ വേവ് ഫംഗ്ഷനെ കുറിച്ചിട്ട്. ഇതൊന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവാം. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് റിക്വയർമെന്റ് ഓഫ് അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ. ഇത് രണ്ടും രണ്ടാണ്. ഓക്കെ, പ്രോപ്പർട്ടീസും നമുക്ക് ഏത് സിമിലാരിറ്റീസ് തോന്നും, പക്ഷെ നമുക്ക് ആ ഒരു അക്സെപ്റ്റബിൾ കണ്ടീഷനും പ്രോപ്പർട്ടീസ് രണ്ടായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും. വാട്ട് ആർ ദ അക്സെപ്റ്റബിൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ കണ്ടീഷൻ ഫോർ ദ വേവ് ഫംഗ്ഷൻ ചോദിക്കാം. ഇല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ എന്നോട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അത് ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതാനാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയ സമയത്ത് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കേട്ട് നോക്കുക. നമ്മൾ രണ്ട് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കിപ്പോൾ വേവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞത് മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ, നമുക്കൊരു ജസ്റ്റ് നമുക്കൊരു വേരിയബിൾ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അതാണ് വേവ് ഫംഗ്ഷൻ. ഇപ്പൊ നമുക്ക് പൈ എന്ന് പറയുന്ന പോലെ നമുക്കൊരു വാല്യൂ ഇല്ല. ഓക്കെ, അതായത് ഇപ്പോൾ പൈ ആണെങ്കിൽ നമുക്കറിയാം 3.14 ആണ്. അപ്പൊ അതുപോലെ ഈ ഒരു വേവ് ഫംഗ്ഷൻ ഒരു മാത്തമെറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് അതിൽ വരുന്നില്ല. ജസ്റ്റ് അതിന്റെ ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു എക്സ് എന്ന വേരിയബിൾ എക്സ് എന്ന് അസ്യൂം ചെയ്യുമ്പോൾ പോലും എക്സിന് ഒരു വാല്യൂ നമ്മൾ കൊടുക്കാറുണ്ട്, x=1 എന്നോ x=2 എന്നൊക്കെ. പക്ഷെ അതുപോലെ എന്ത് ചെയ്യുന്നില്ല, വേവ് ഫംഗ്ഷൻ ഒരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇല്ല. ജസ്റ്റ് എന്താണ് ഒരു റെപ്രസെന്റേഷൻ, വേവ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്ത ലെറ്റർ മാത്രമാണ് എന്ത് പറയുന്നത്, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് പറയാം x, y, z 3 ഡയമെൻഷനിൽ മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്ന് നമുക്ക് എന്ത് പറയാം, ആ ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു വേവ് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പാർട്ടിക്കിളിന്റെ എക്സിസ്റ്റൻസ്, അതായത് ആ പാർട്ടിക്കിൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ആയിട്ട്, പ്രോപ്പർട്ടീസ് അല്ല, എന്താണ് വേവ് ഫംഗ്ഷൻ എന്ന് ചോദിച്ച് നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും, പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, പ്രോബിലിറ്റി ഡെൻസിറ്റി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് 1 by 1 ആയി നിങ്ങളോട് പഠിച്ചു വെച്ചിരിക്കുക. കാരണം എക്സാമിനേഷൻ 4 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ. ഇല്ല എങ്കിൽ എസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ വേവ് ഫംഗ്ഷൻ പ്രോപ്പർട്ടി ആൻഡ് വാട്ട് ആർ ദ കണ്ടീഷൻ ഫോർ അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് അവിടെ എസ്സേയിലും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് എന്തായിട്ട് പഠിച്ചു വയ്ക്കാം, അതൊന്ന് മിക്സഡ് ആയിട്ട് നിങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്കാം. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അതിൽ വരുന്നത് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ പറഞ്ഞു, ഫിസിക്കലി അതിന് പ്രത്യേകിച്ച് ഒരു മീനിങ് ഫുൾ ഇല്ലെങ്കിലും അതിനെന്തുണ്ട്, ആ ഒരു വേവ്സ് അല്ലെങ്കിൽ വേവ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിൽ മാത്രമല്ല അല്ലാതെ നമ്മുടെ വേവ്സ് മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളോട് യൂസ് ചെയ്യുന്ന എന്ത് തന്നെയാണ്, നമ്മൾ ഈ ഒരു വേവ് ഫംഗ്ഷൻ സൈ എന്ന ലെറ്ററോടെ നമ്മളവിടെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു മെഷറബിൾ പ്രോപ്പർട്ടീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷന്റെ വാല്യൂ അതിന്റെ പ്രോബിലിറ്റി എന്താണ് 1 ആണെങ്കിൽ, ഓക്കെ, പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേവ് ഫംഗ്ഷന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും, നമുക്കവിടെ 1 ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ദെൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നോക്കുക. ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് വരുന്ന ഈ ഒരു റിക്വയർമെന്റ് ഓഫ് എ വേവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു ലെറ്റർ അല്ലെങ്കിൽ സൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വേവ് ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെ കണ്ടീഷൻസോട് സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റ് ചെയ്യേണ്ട കണ്ടീഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ പോയിന്റ് ആണ് നമുക്ക് പറയാൻ പറ്റുന്ന വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ അത് വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അവരുടെ ഡെറിവേറ്റീവ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കണം. പിന്നീട് അവർ പറയുന്നത് നമുക്ക് എന്താണ് ക്വാഡ്രാറ്റിക് ഇന്റഗ്രൽ ആയിരിക്കണം. ഓക്കെ, ഇന്റഗ്രൽ വാല്യൂ ആയിരിക്കണം. ദെൻ അതിന്റെ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണെങ്കിൽ നമുക്ക് പറയാം സൈ സ്റ്റാർ സൈഡ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓർത്തോഗണൽ ആണെങ്കിൽ സൈ സ്റ്റാർ സൈഡ് ഇന്റഗ്രൽ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെയാണ് ഒരു അക്സെപ്റ്റബിൾ കണ്ടീഷൻ. പ്രോപ്പർട്ടീസും അക്സെപ്റ്റബിൾ കണ്ടീഷനും രണ്ടാണ്. ഓക്കെ, അത് രണ്ടായിട്ട് തന്നെ എഴുതുക. പിന്നെ സൂപ്പർ
പൊസിഷൻ തിയറത്തെ കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറി നമുക്കറിയാം ഒന്നിൽ കൂടുതൽ വേവ്സ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഏതൊരു കേസിലായാലും വേവ്സ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ സൂപ്പർ പൊസിഷൻ ചോദിച്ചാൽ എന്ത് തന്നെയാണ് രണ്ടിൽ കൂടുതൽ വേവ്സ് വരുന്ന സമയത്ത് അതിനെ മിക്സപ്പ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്ത് ചെയ്യുന്നത് സൂപ്പർ പൊസിഷൻ എന്ന രീതിയിൽ നമ്മളവിടെ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ അതവിടെ നോക്കി വെച്ചേക്കുക. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന കേസ് അവിടെ എന്താണെന്ന് നോക്കി വെച്ചേക്കുക. ദെൻ പിന്നെ നമുക്ക് ഇതിൽ വരുന്നതാണ് ഈ വേവ് പാക്കറ്റ്സ് അതുപോലെ തന്നെ ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി, പാർട്ടിക്കിൾ വെലോസിറ്റി. അപ്പോൾ ആ വേവ് പാക്കറ്റ്സ് എന്താണെന്ന് നോക്കി വെച്ചേക്കുക. നമുക്ക് ആ ഒരു വേവ് ട്രെയിൻ എന്ന് പറയാൻ നമുക്ക് എന്താ പറയാം എൻവലപ്പ് ആ ഒരു വേവ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നത് നമുക്ക് എന്താ പറയുക വേവ് പാക്കറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം വേവ് പാക്കറ്റ്സ് എന്താണെന്ന രീതിയിൽ വാട്ട് യു മീൻ ബൈ വേവ് പാക്കറ്റ്സ് എന്ന ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാം. പിന്നീട് നോക്കി വെച്ചിരിക്കുന്നത് ഫേസ് വെലോസിറ്റി. അതായത് നമ്മുടെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഫേസ് വെലോസിറ്റി എങ്ങനെയാണ് പോകുന്നത്, ഒരു വേവ്സിൽ എങ്ങനെയാണ് അതിന്റെ ഫേസ് ട്രാവൽ ചെയ്യുന്നത് എന്നൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഫേസ് വെലോസിറ്റി എന്താണെന്ന് നോക്കുക. ദെൻ അതുപോലെ തന്നെ ഗ്രൂപ്പ് വെലോസിറ്റി എന്താണെന്ന് നോക്കുക. പാർട്ടിക്കിൾ വെലോസിറ്റി ഇത് 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനും നമുക്ക് വേണമെങ്കിൽ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, നമുക്ക് അത് മൂന്നും തമ്മിൽ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് V particle is equal to V group is equal to twice the phase velocity. Okay. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഈ റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ അവിടെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം ആ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാം 4 മാർക്കിന് അല്ലെങ്കിൽ വാട്ട് ആർ ദ റിലേഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി ആൻഡ് ഫേസ് വെലോസിറ്റി എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ അതൊന്ന് ഡെറിവേഷൻ ആയിട്ട് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം അത് ആ ഒരു രീതിയിൽ ചിലപ്പോൾ നമുക്ക് ഒന്നുകിൽ ഈ റിലേഷൻ മാത്രമായിട്ട് 2 മാർക്കിന് ചോദിക്കാം, അല്ലെ 1 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 4 മാർക്കിന് ഡെറിവേഷനുമായിട്ട് ക്വസ്റ്റ്യൻസ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് അടുത്തായിട്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. ഈ വേവ് ഫംഗ്ഷന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, അക്സെപ്റ്റബിൾ കണ്ടീഷൻ, പ്രോപ്പർട്ടീസ് മൂന്നാണ് കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ആക്കണ്ട. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നമുക്ക് 2 വരുന്നത്. ഓക്കെ, ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നമുക്ക് 2 വരുന്നത്. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് വേവ് ഫംഗ്ഷൻ ഒന്നാമത്തെ വേവ് ഫംഗ്ഷൻ ഇസ് എ മെഷർ ഓഫ് പാർട്ടിക്കിൾ ഡെൻസിറ്റി ഓർ ചാർജ് ഡെൻസിറ്റി. രണ്ടാമത്തെന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ഇസ് ദ മെഷർ ഓഫ് പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ അറ്റ് എ പോയിന്റ് ഇൻ സ്പേസ് ഓർ ദ പ്രോബിലിറ്റി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ വേവ് ഫംഗ്ഷൻ. ഇതാണ് നമുക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന രീതിയിൽ അവിടെ നമുക്ക് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനിലോ 4 മാർക്ക് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ എസ്സേയുടെ പാർട്ടായിട്ട് അവിടെ ചോദിക്കും. ഓക്കെ, വാട്ട് ആർ ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എ വേവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ആ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന് ഡയറക്റ്റ് ആയിട്ട് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. ഓക്കെ, ഫിസിക്കലി നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നോക്കുമ്പോൾ നമുക്കിപ്പോൾ പൈ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. 3.14 എന്ന വാല്യൂ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതുപോലെ ഒരു വാല്യൂ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഇതിനവിടെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടി വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഡെൻസിറ്റിയുടെയോ അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റിയുടെ മെഷർ ആണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, വേവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ചാർജ് ഡെൻസിറ്റിയോ പാർട്ടിക്കിൾ ഡെൻസിറ്റിയോ മെഷർ ആണെന്ന് പറയാൻ പറ്റും. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കി എടുക്കാം. പിന്നെ വരുന്നത് വെച്ചാൽ എന്താണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ആണ്. അതായത് അതിന്റെ പ്രോബിലിറ്റി എടുത്ത് നമുക്ക് ആ പാർട്ടിക്കിൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അറിയാൻ പറ്റും. ഇത് നമ്മുടെ ആ ഒരു 3ാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ 3rd ചാപ്റ്ററിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യൽ വെല്ലകത്ത് പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന കേസൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 3rd ചാപ്റ്ററിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോബിലിറ്റി ഇന്റർപ്രിട്ടേഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് അതിന്റെ സെക്കൻഡ് ഫിസിക്കൽ സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോബിലിറ്റി കേസ് നോക്കുക. അതിന് അതുപോലെ തന്നെ പ്രോബിലിറ്റി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ് നമുക്ക് പിന്നീട് നോർമലൈസേഷൻ കണ്ടീഷൻ. ഓക്കെ, നോർമലൈസേഷൻ കണ്ടീഷൻ നോർമലൈസ് ചെയ്യാൻ എല്ലാ തവണയും ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ. നമ്മളത് PYQ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ 3rd ചാപ്റ്റർ റിവിഷൻ സെക്ഷനിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ അൽദാസിന്റെ ടെക്സ്റ്റിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ നമ്മുടെ ഈ ഒരു നോർമലൈസേഷൻ കണ്ടീഷനിൽ ചോദിക്കുന്നത്. ദെൻ ഓർത്തോഗണൽ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാണ്ട് എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് സൈഡ് എടുക്കുമ്പോൾ 0 വന്നാൽ അതായത് ഓർത്തോഗണൽ ഫംഗ്ഷൻ ആണ്. ഇല്ലെങ്കിൽ എന്തായിരിക്കും അതവിടെ നോർമലൈസേഷൻ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, നോർമലൈസേഷൻ കണ്ടീഷൻ നമുക്ക് നോർമലൈസ്ഡ് ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് വെച്ചാൽ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ്. അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കാണ് ഷ്രോഡിഞ്ചറിന്റെ ടൈം ഡിപ്പെൻഡന്റും അതുപോലെ തന്നെ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യം,
ഇതിൽ നമുക്ക് ടൈം ഡിപ്പെൻഡന്റ് ചോദിക്കണമെങ്കിൽ ടൈം ഡിപ്പെൻഡന്റ് മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഇൻഡിപെൻഡന്റ് ചോദിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെറുതായിട്ട് എന്ത് ചെയ്യണം? ടൈം ഡിപ്പെൻഡന്റ് കൂടി എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻഡിപെൻഡന്റിലോട്ട് പോവേണ്ടത്. ചില സമയത്ത് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവും. ഡിറൈവ് ഷ്രോഡിൻജർ ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ഫ്രം ഡിപെൻഡന്റ് ഇക്വേഷൻ. ഓൾറെഡി നമ്മൾ പഠിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ഡിപ്പെൻഡന്റ് പഠിച്ചിട്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻഡിപെൻഡന്റിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡയറക്റ്റ് എന്ത് ചെയ്യാം? ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതിയിട്ട് ഡയറക്റ്റ് ആയിട്ടും പോവാം. ഇല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ ചെറുതായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് എഴുതി ടൈം ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് എന്തിലോട്ട് പോകാം? ടൈം ഇൻഡിപെൻഡന്റിലോട്ട് പോവുക. ഓക്കെ. അപ്പോൾ അത് ഓരോന്ന് കറക്റ്റ് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഇല്ലെങ്കിൽ അത് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും. ഓക്കെ. അത് നോക്കാം. അപ്പോൾ നമ്മളവിടെ ടൈം ഡിപെൻഡന്റ് ആദ്യം എന്ത് ചെയ്യുന്നത്? അവിടെ നമ്മൾ പഠിക്കുന്നത് വൺ ഡയമെൻഷണൽ മോഷനിൽ ഉണ്ടാകുന്ന ഷോണിന്റെ ടൈം ഡിപെൻഡന്റ് ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ സൈസിന്റെ ഒക്കെ വാല്യൂസ് ഒക്കെ എടുത്ത് എന്ത് ചെയ്യുന്നു? സൈഡ് വാല്യൂ സൈ ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ എക്സ്പോണൻഷ്യൽ ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി ഇൻറ്റു ഡി എക്സ്. നമ്മൾ സാധാരണ ഉള്ള വേവ് ഫംഗ്ഷൻ ആണ്. ദെൻ അവിടെ നമ്മൾ ആ ഒരു പിക്കും ഒമേഗ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഒമേഗയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇന്റഗ്രേഷൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ ഡിഫറൻസിയേഷൻ എടുക്കുന്നു. ഡബിൾ ഡിഫറൻസിയേഷൻ എടുക്കും. ഓക്കെ. ഡബിൾ ഡിഫറൻസിയേഷൻ എടുത്ത് പിന്നെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്തിട്ട് ഡി സൈ ബൈ ഡി ടി എന്ന രീതിയിൽ മാറ്റുന്നു. ഐ എച്ച് കട്ട് ഇൻറ്റു ഡി സൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ. ഇതാണ് നമ്മുടെ വൺ ഡയമെൻഷണൽ ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഷ്രോഡിൻജർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അതിന്റെ 3 ഡയമെൻഷണൽ ഇക്വേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയർ, ഡി സ്ക്വയർ സൈ ബൈ ഡി ഇസഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് 3 ഡയമെൻഷൻ അവിടെ വരും. സോ അത് നമുക്ക് 3 ഡയമെൻഷൻ ആക്കി മാറ്റാം. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഡെൽ സ്ക്വയർ സൈ എന്നാക്കി നമുക്ക് അതിനെ മാറ്റാൻ സാധിക്കും. ഓക്കെ. ഡെൽ സ്ക്വയർ സൈ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? അവിടുത്തെ 3D ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന എക്സ്പെക്ടേഷൻ വാല്യൂ ആണ്. നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഫോർ പൊസിഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊമെന്റം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്ടേഷൻ വാല്യൂ നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ പറയാം നമുക്കൊരു ഫിസിക്കൽ സിറ്റുവേഷനിൽ അവിടെ നമുക്ക് വേവ് ഫംഗ്ഷൻ എന്താണ്? സൈ ഓഫ് എക്സ് വൈ ഇസഡ് കോമ ടി ആണ്. അപ്പോൾ എല്ലാത്തും എന്ത് ചെയ്യുന്നു? നമുക്ക് ആ ഒരു പാർട്ടിക്കിളിന്റെ ഒരു എന്താ ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ആവറേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ആവറേജ് മീൻസ് നമുക്ക് ഇതിലൊക്കെ കറക്റ്റ് ഒരു എക്സാക്റ്റ് ഒരു വാല്യൂ കിട്ടത്തില്ല. നമുക്ക് ഇവിടെ ആവറേജ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ എല്ലാത്തിനും ഒരേ വേവ് ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ പ്രോപ്പർട്ടീസിന് ചെറിയൊരു വേരിയേഷൻ വരാം. സോ എല്ലാവരും ഒരു ആവറേജ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു ആവറേജ് വാല്യൂ എടുക്കുന്ന പ്രോപ്പർട്ടികൾ എന്ത് പറയുന്നത്? ഈ ഒരു എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഫോർ പൊസിഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നു. പൊസിഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പൊസിഷനിൽ നിന്നും മാസ് ഇൻടു വെലോസിറ്റി, അതായത് നമുക്ക് ഡി എക്സ് ബൈ ഡി ടി, ഡി ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബൈ ഡി ടി എടുത്താൽ മതി. എക്സ്പെക്ടേഷൻ നമ്മുടെ പൊസിഷന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ടൈം ഡെറിവേറ്റീവ് ഒബ്റ്റെയിൻ ചെയ്ത് നമുക്ക് അത് എന്ത് കിട്ടും? വെലോസിറ്റിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ ആയിട്ട് മാറും. നമുക്കറിയാം മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻടു വെലോസിറ്റി ആണ്. സോ എന്ത് ചെയ്യുന്നു? ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ത് ചെയ്തു? അവിടെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ വരുന്ന ഈ ഒരു പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റിയെ കുറിച്ചിട്ടാണ്. ഓക്കെ. പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ പ്രോബബിലിറ്റി മീൻസ് എന്ത് തന്നെയാണ്? നമുക്കൊരു പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കേണ്ട ഒരു കേസാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ആ ഒരു പ്രോബബിലിറ്റി നമുക്ക് 1 ആണെങ്കിൽ എന്ത് പറയാം? പാർട്ടിക്കിൾ അവിടെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പറയാൻ സാധിക്കും. ഓക്കെ. ദെൻ അതുമായി ബന്ധപ്പെട്ട പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി വെച്ച് നമുക്ക് ഒരു ജെ എന്ന് വെച്ചൊരു വെക്ടർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ ഒരു ജെ വെക്ടർ നമുക്ക് എന്ത് ചെയ്യുന്നു? അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ ഒരു ജെ വെക്ടർ എന്താണ്? ജെ ഓഫ് ആർ കോമ ടി അത് അവിടുത്തെ പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി ആണ്. ഓക്കെ. പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒബ്റ്റെയിൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മെയിൻലി വെച്ചാൽ എന്താണ്? നമുക്കൊരു എത്രത്തോളമാണ് ആ ഒരു പ്രോബബിലിറ്റി അതിലോട്ട് വരുന്നത്? ഓക്കെ. എൻ്റെ എന്താ ഒരു മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ എത്രത്തോളം പ്രോബബിലിറ്റി ആ സിസ്റ്റത്തിലോട്ട് വരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ക്വാണ്ടം മെക്കാനിക്സിൽ ശരിക്കും നമുക്ക് ആ ഒരു ടൈമിനനുസരിച്ച് മാറുന്ന ഒരു ഫംഗ്ഷനിൽ എത്രത്തോളം അത് പ്രോബബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിളിന് അവിടെ എക്സിസ്റ്റൻസ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അതാണ് ഈ ഒരു പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി നമ്മൾ അതിൽ പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ. നോർമലി കറന്റ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ. എത്രത്തോളം ഫ്ലോ വരുന്നു എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം പ്രോബബിലിറ്റി ഫ്ലോ. ഓക്കെ. അതാണ് നമുക്ക് പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി എന്നൊക്കെ കിട്ടുന്നത്. ഓക്കെ. അതൊന്ന് നോക്കി വെച്ചേക്കാം. അതാണ് പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ചില സമയത്ത് 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ഓക്കെ. വാട്ട് യു മീൻ ബൈ പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഡെറിവേഷനും ചെറിയൊരു ബ്രീഫ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതിയാവും. അതാണ് നമുക്ക് പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റിയിലേക്ക് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഷ്രോഡിൻജർ ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ. അല്ലെങ്കിൽ വേവ് ഇക്വേഷൻ ആണ്.
അപ്പോൾ നമ്മൾ എന്തിനാണ് ഡയറക്റ്റ് ആയിട്ട് ഡിറൈവ് ചെയ്ത് വരുന്നത്? നമ്മുടെ ഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ടൈം ഇൻഡിപെൻഡന്റിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ആദ്യം എന്ത് ചെയ്യാം? ഡിപെൻഡന്റ് ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഡിപെൻഡന്റ് ഫംഗ്ഷൻ നമുക്ക് ഡെറിവേഷൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ആയിട്ട് കാണിക്കാം. ദെൻ അത് നമുക്ക് കിട്ടുന്നു ഇതൊരു ഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാം. ദെൻ ഡിപെൻഡന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ പറയുവാണ് നമ്മുടെ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്? ടൈമിന് ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെ നമുക്ക് എന്ത് തുടങ്ങുന്നത്? ഇൻഡിപെൻഡന്റ് റിലേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പിന്നെ എന്ത് ചെയ്യാം? ഡിഫറൻസിയേഷൻ എടുക്കാം. അപ്പോൾ ഡബിൾ ഡിഫറൻസ് എടുക്കാം. പിന്നെ അതേപോലെ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലോട്ട് ഡിവൈഡ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം നമുക്ക് കിട്ടുന്നത് -h² (2m) into 1/sin. 1/sin നമുക്ക് ക്യാൻസൽ ചെയ്യാലോ, സൈൻ ഒന്ന് മാറ്റാം. അങ്ങനെ τ² ψ/x² പ്ലസ് v psi is equal to e psi ആയിട്ട് മാറും. ഇത് നമ്മുടെ എന്താ ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ. അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും ടേംസ് ശരിക്കും എന്തിന് ഇക്വലന്റ് കിട്ടുവാണ്? അത് നമുക്ക് ഇ സൈ വാല്യൂ ആയിട്ട് അവിടെ ഇക്വലന്റ് ആയിട്ട് വരുവാണ്. ഓക്കെ, ഇ സൈ വാല്യൂ നമുക്ക് അവിടെ ഇക്വലന്റ് ആയിട്ട് വരുന്നു. സോ അതെന്ന് വെച്ചാൽ ഇ എന്ന് വെച്ചാൽ ഹാമിൽട്ടോണിയൻ ആണ്. അതായത് ഈ ടേം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ടേം ആണ്. ഓക്കെ, ഇവിടുത്തെ കൈനറ്റിക് എനർജി ടേം ആണ് ഈ ഒരു ടേം. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഹാമിൽട്ടോണിയൻ ആണ്. നമ്മുടെ അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമ്മുടെ S4 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് ഹാമിൽട്ടോണിയൻ ആണെന്ന കേസ്. ഓക്കെ, അപ്പോൾ അതെന്താണ് അവിടെ കാണിക്കുന്നത്? വിച്ച് ഷോസ് ദ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് കിട്ടുന്നു. പിന്നെ അതുമായി ബന്ധപ്പെടുന്ന സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് നോക്കണം. ആ ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടും അതൊക്കെ നമുക്ക് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് തന്നെ ആ ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? പ്രോബബിലിറ്റി അവിടെ എന്തായിരിക്കും? ഫോർ വിച്ച് ദ പ്രോബബിലിറ്റി ഇസ് കോൺസ്റ്റന്റ് ടൈം. ഓക്കെ, പ്രോബബിലിറ്റിക്ക് വേരിയേഷൻ ഇല്ലാതിരുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെ സ്റ്റേഷനറി സ്റ്റേറ്റിൽ നമ്മുടെ വിളിക്കാൻ പറ്റും. ഓക്കെ, അതിൽ ശരിക്കും നമുക്ക് ആ ഒരു എനർജി, പാർട്ടിക്കൽ എനർജിയാണ് സ്റ്റേഷനറി സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ സ്റ്റേഷനറി സ്റ്റേറ്റ് ഡിപ്പെൻഡ് ഫാക്ടർ എന്താണ്? അവിടുത്തെ എനർജി റിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ആ എക്സ്പെക്ടേഷൻ വാല്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ചോദിക്കാറുള്ളത്. ബേസിക്കലി നമുക്ക് ഇതിൽ ആ വേവ് ഫംഗ്ഷൻസ് എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് നോക്കി വെച്ചേക്കാം. കാരണം 2 മാർക്കിലും 1 മാർക്കിലും ഒക്കെ ആ വേവ് ഫംഗ്ഷൻസ് എന്താണെന്ന് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അല്ലാതെ നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ആ ഫേസ് വെലോസിറ്റിയെ ബന്ധപ്പെട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫേസ് വെലോസിറ്റി റിലേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ആ ഒരു നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻസ് വെച്ചിട്ട് ഓക്കെ, അത് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ദാറ്റ് ഈസ് a എക്സ്പോണൻഷ്യൽ മൈനസ് ax². ഓക്കെ, ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇതിൽ ഈ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നോർമലി സ്റ്റേഷനറി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ടൈമിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ ആണ് സ്റ്റേഷൻ എന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ് സ്റ്റേഷനറി കുറിച്ചാണ് പറഞ്ഞത്. സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടൈമിനനുസരിച്ച് മാറാൻ നിൽക്കുന്ന സ്റ്റേഷനറി. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റവും ടൈമിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതവിടെ സ്റ്റേഷനറി സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ കംപ്ലീറ്റ്ലി ആ ഒരു സിസ്റ്റം എന്തായിരിക്കും? ടൈമിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? സ്റ്റേഷനായിട്ട് അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒബ്സർവ് ചെയ്യാനും പറ്റും. നമുക്ക് ടൈം ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്ത് ഈ സ്റ്റേറ്റ് എന്തായിരിക്കും? ഒബ്സർവബിൾ ആയിരിക്കും ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വേവ് മെക്കാനിക്സ് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ ബേസ് വരുന്ന പ്രോബ്ലം സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. വേവ്സിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കാം. പിന്നെ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇതാണ് നമ്മൾ കമ്പൾസറി ആയിട്ട് ഇത് നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.